ഇത് കേട്ടോ, ഇത് സമൂസയുടെ ഒരു ടൈപ്പ് മിക്സാണ്. ഇതിലിട്ടിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇത് ഒട്ടിച്ചെടുക്കാൻ മൈദയുടെ അതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇതിന് വക്കിലാവരുത്, വക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒട്ടൂല. ഇതിൻ്റെ വക്കിലായി ഇതേപോലെ അയ്യോ അടിപൊളിയായിട്ട് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വക്കിലൊന്നും ആവരുത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ആയി. ഇപ്പോൾ ഞാൻ രണ്ടാം വേറെ ഒന്നും കൂടെ ഉണ്ടാക്കിയതാണ്, വേണ്ട അതിൻ്റെ വക്കിലാവരുത്. ആയിക്കഴിഞ്ഞാൽ ഇത് ഒട്ടൂല. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒട്ടി പിടിക്കും. നമ്മൾ പൂവടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിൾ, അത് തന്നെ പരിപാടി. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ സമൂസയുടെ മിക്സാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇട്ട് നോക്കാം. ഇതിൻ്റെ വക്ക് പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒട്ടിക്കുന്ന ഭാഗം ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ട് ചെയ്യണം, താഴോട്ട് ഇത് വരില്ല. അതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ, അത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട്. നേരത്തെ ഒട്ടിയില്ല. നമുക്ക് എക്സ്പേർട്ടൊന്നുമല്ല, ഞാനിതിൻ്റെ ഐഡിയക്ക് ഓരോന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ. ഇതാണ് ഖത്തായിഫ്. ഇത് അറബികൾ ഇതിലിടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ് ഇടും. നട്ട്സ് അതേപോലെ പിന്നെ ക്രീം, ചീസ് എല്ലാം ഇടും. സമൂസയിൽ ഇടുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. ഇതാണ് സംഭവം. ഉണ്ടോ, നമ്മുടെ ഓട്ടട എന്നൊക്കെ പറയും, ഓട്ടട. പക്ഷേ ഇതിൻ്റെ കൂട്ട് വേറെ എന്തൊക്കെയോ ആണ് കൂട്ട്. ഇത് ഇവരുടെ വേറെ കൂട്ടാണ്, അതൊന്നും എനിക്കറിയാം. ഇതിങ്ങനെ നോക്കിയെടുക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ഓവറായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോകും. ഇതുപോലെ പൊട്ടാതെ സൂക്ഷിക്കണം. ഇതിൽ ഫുള്ളായി കുറച്ച് കൂടുതലായി പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ വേറിട്ട് വരാൻ സാധ്യത. ഞാൻ പൊരിച്ച് നോക്കാം, എന്താ നോക്കാം നമുക്ക്. അത് ബാക്കി വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഞാൻ എടുത്തപ്പോൾ കീറിപ്പോയത്, അപ്പോൾ ഇതിൽ ഇനി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള ഇത് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ പൊരിച്ച ഖത്തായിഫ്. ഇതിൽ ആ വിണ്ട് നിന്നിരുന്നത് വേറിട്ടിട്ടില്ല, കണ്ടോ. ഇത് അതേപോലെ കിട്ടിയിട്ടുണ്ട്, വേറിട്ടിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബേജാറാവണ്ട. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ്.